ടാറ്റയുടെ MG ബോഡി ചെയ്തിട്ടുള്ള ഒരു കിണ്ണങ്കാച്ച് 8 ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കണം. ഇതിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ, നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് കേരളത്തിലത്തെ ആദ്യത്തെ 13.5 മീറ്റർ ചേസ് വരുന്ന നമ്മുടെ ടാറ്റയുടെ കിണ്ണങ്കാച്ച് 8 LPO 1822 എന്ന് പറഞ്ഞിട്ടുള്ള ചേസസ് ആണ് കേട്ടോ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അതിന്റെ ബോഡി കെട്ടിയ രൂപം ടാറ്റയുടെ ചേസ് എടുത്തിട്ട് നമ്മുടെ MG പോയിട്ട് ബോഡി ചെയ്തേക്കുന്ന കേട്ടോ. നമ്മുടെ ഭാരത് ബെൻസിന്റെ ഗ്ലൈഡറിന്റെ ബോഡിയാണ് കയറ്റിയേക്കുന്നത്. 13.5 മീറ്റർ ചേസിൽ നമുക്ക് സ്ലീപ്പർ പ്ലസ് സീറ്റർ ആട്ടോ വരണകത്ത്. പ്രീമിയം യാത്രകൾ പോകാനായിട്ടും ലക്ഷറി യാത്രകൾ പോകാനും ഇവനെ കഴിഞ്ഞിട്ടുള്ളോട്ടോ അപ്പൊ വേറെ ആൾക്കാർ. അത്രയ്ക്കും സുഖമാണ്, യാത്ര സുഖമാണ് വാഹനം തരുന്നത്. വാഹനത്തിന്റെ കളർ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ 2 കൊമ്പ് പോലത്തെ മിറർ വരുന്നുണ്ട്. കൊച്ചിൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അവരായിട്ട് ഈ വാഹനം വരുന്നത്. അതിന്റെ താഴെ അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളും അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിന് ബുക്ക് ചെയ്യാനൊക്കെ പറ്റൂട്ടോ യാത്ര. ഓപ്പോസിറ്റ് വർക്ക് ചെയ്യണ വൈപ്പേഴ്സ് കാണാം. താഴെ ഒരു പിയാനോ ബ്ലാക്ക് അല്ല, നോർമൽ ബ്ലാക്ക് ആട്ടാ വരുന്നത്. അവിടെ MG പോയിട്ട് ബോഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരുടെ ലോഗോ കാണാം. 3 ചാമ്പറുകൾ നിൽക്കണ പോലെയാണ് വാഹനത്തിന്റെ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നത്. അതിന്റെ സൈഡിലായിട്ട് താഴ്വശത്തായിട്ട് LED DRL യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്, ഡോട്ട് പോലെ. താഴെ ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം, ഒരു ചെറിയൊരു എയർ ഡാം യൂണിറ്റും കാണാം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഫ്രഷ് ആയിട്ട് ചൂടപ്പം പോലെയാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഓടിക്കാനും അതുപോലെ തന്നെ യാത്രക്കാർക്കും ഒരേപോലെ കംഫർട്ടാണ് വാഹനത്തിന്റെ അകത്ത് കിട്ടുന്നത്. നമ്മുടെ ഈ വാഹനത്തിന്, അതായത് ഈ ഗ്ലൈഡറിന്റെ അകത്ത് പോയിട്ടുള്ള ഒരു താഴ്ന്ന് കമന്റ് ചെയ്തോളൂട്ടാ, എങ്ങനെയുണ്ട് യാത്രാ കംഫർട്ട്. 2+1 സീറ്റർ കം സ്ലീപ്പർ ആണ് വരുന്നത്. ടയറിന്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ അകത്തേക്കുള്ള എൻട്രി വരുന്നത്. ഏകദേശം 4 സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ കയറാനായിട്ട് അകത്തേക്ക്. ഞാൻ കയറി കാണിച്ചിരുന്നില്ല. അതുപോലെ ഫ്രണ്ടും ബാക്കും എയർ സസ്പെൻഷൻ യൂണിറ്റ് ആണ്. MG ബോഡി ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ്. അവിടുത്തെ ഒരു പ്ലേറ്റ് കാണാൻ, എമർജൻസി ഡോറിന്റെ സ്വിച്ച് കാണാം. 295/80R 22.5 ഇഞ്ചിന്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് കേട്ടോ കൊടുത്തത്. മിച്ചിലിന്റെ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ടയേഴ്സ് ആണ്. ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ക്വാളിറ്റി ഉള്ള സസ്പെൻഷൻ ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അത്യാവശ്യം വീൽ ബേസ് ഉള്ള മോഡലും കൂടി ആട്ടോ. എത്ര വീൽ ബേസ് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6925 mm ആണ് വീൽ ബേസ്. മുകളിൽ നമുക്ക് വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡത്തെ ഒരു സ്ഥലത്ത് ഫുള്ള് സ്ലീപ്പർ ബെർത്തുകളാണ് വരുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റുകൾ കാണാം, ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. താഴെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ റൈറ്റ് സൈഡിലത്തെ പോർഷനിൽ വരുന്നത് ഭാരത് ബെൻസിന്റെ ഒരു ലോഗോ കാണാം. നല്ല ക്ലാസ് ആയിട്ടില്ലേ. രാത്രിയാണ് ഇവന്റെ ശരിക്കുള്ള ലുക്ക് കിട്ടാ. ബാക്കിൽ 2 ടയറുകൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എയർ സസ്പെൻഷൻ യൂണിറ്റുകൾ കാണാം കേട്ടാ. നൈസായിട്ടില്ലേ വാഹനം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇനി ചെക്കന്റെ GVW നോക്കുകയാണെങ്കിൽ 18,700 കിലോഗ്രാം ആണ് GVW. ഈ വാഹനത്തിന്റെ ചേസിന്റെയും അതുപോലെ തന്നെ ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ള അതിന്റെ പ്രൈസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഞാൻ താഴെ നമ്പറോടൊക്കെ എക്സിക്യൂട്ടീവിന്റെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും കേട്ടാ. നമുക്കിന്ന് വീഡിയോ എടുക്കാൻ തന്നിരിക്കുന്ന തൃശ്ശൂരിലുള്ള നടത്തറയിലുള്ള അബ്രിക്കോ മോട്ടോഴ്സിൽ നിന്നാണ് വീഡിയോ എടുക്കാൻ തന്നാണ്. ടാറ്റയുടെ ഒഫീഷ്യൽ ഡീലറാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും കിട്ടും കേട്ടോ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മുകളിൽ 2 ക്യാമറാസ് കാണാം. ഒന്ന് CCTVയിലും ഒന്ന് നോർമൽ റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടും. കൊച്ചിനെ എഴുതിയാണ് അവരുടെ നമ്പർ ഉണ്ട് കേട്ടോ. അതിൽ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. MG ബോഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരുടെ ലോഗോ കാണാം. ബാക്ക് സൈഡിലും ഒരു എമർജൻസി എക്സിറ്റ് വരുന്നുണ്ട് കേട്ടോ. വാഹനം നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ, ഈ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ബാക്കിലേക്ക്. റിയർ ലൈറ്റുകൾ നോക്കുകയാണെങ്കിലും LED ടൈൽ ലാമ്പ് യൂണിറ്റുകളാണ് കൊടുത്തത്. ഫ്രണ്ടിൽ ഹാലോജൻ ബൾബാട്ടോ നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റിന്റെ അകത്ത് വരണേ. അതെടുത്തിട്ട് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ വാഹനത്തിൽ എക്സ്ട്രാ ലൈറ്റുകളാണ് പൊതുവെ ആൾക്കാർ വെക്കാറ്. റിയർ പാർക്കിംഗ് സെൻസർ കാണാം. അതുപോലെ ക്യാമറ യൂണിറ്റ് മുകളിലാട്ടോ വരണേ.
അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നല്ല വെൽ പാക്ക്ഡ് ആണ്. വാട്ടറും കാര്യങ്ങളൊന്നും അകത്തേക്ക് കയറി വരാത്ത രീതിക്കാണ് പാക്ക് ചെയ്ത് വെച്ചാണ്. വാഹനത്തിന്റെ ഒരു ഗ്രേഡബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 30% ഗ്രേഡബിലിറ്റിയും ചെക്കനെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടാ. നോക്കി എന്തുട്ടാ നീളം വാഹനത്തിന്, ഒരു രക്ഷയില്ലട്ടാ. 13.5 മീറ്റർ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് നോക്കിയാലോ. ലെങ്ത് നോക്കുന്നത് നമ്മൾ ചേസിന്റെ ആട്ടാ. ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലെങ്ത് വ്യത്യാസം വരും. അപ്പോഴാണ് 13.5 മീറ്റർ വരുന്നത്. ഫ്യൂൾ ടാങ്ക് ആണ് ഇവിടെ. ഏകദേശം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാണ് 400 ലിറ്ററിന്റെ ഡീസൽ ടാങ്ക് ആട്ടോ വാഹനത്തിനോട് തന്നെ. പ്ലാസ്റ്റിക് ടാങ്ക് ആണ്, ഹൈ ക്വാളിറ്റി ടാങ്കുകളാണ് യൂസ് ചെയ്തേക്കണത്. അതിന്റെ കൂടെ തന്നെ റൈറ്റ് സൈഡത്തെ ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ഡെഫ് ടാങ്കും ആഡ് ബ്ലൂന്റെ ടാങ്കും വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓവറോൾ ലെങ്ത് നോക്കിയാലോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചേസിന്റെ ലെങ്ത് ആണ് ഞാൻ പറയണത്. AC വെള്ളം പോകുന്നുണ്ട്. ഏകദേശം നമുക്ക് 13,195 mm ആണ് ഓവറോൾ ലെങ്ത് വരുന്നത്. ഇനി ഫ്ലോർ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1100 mm ആണ് ഫ്ലോർ ഹൈറ്റ് വരുന്നത്. പിന്നെ വാഹനത്തിന്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ചേസസിന്റെ ആട്ടോ വരുന്നത്. ചേസസിന്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1890 mm. പിന്നെ ഫുൾ ബോഡി ഏകദേശം ബിൽഡ് ചെയ്യുമ്പോൾ 4000ന്റെ അടുത്തൊക്കെ വരും കേട്ടോ. പിന്നെ നമുക്ക് ഓവറോൾ വിഡ്ത്ത് വരാണെങ്കിൽ മാക്സിമം 2600 mm ആണ് വരുന്നത്. വാഹനത്തിന്റെ അകത്ത് കയറുമ്പോൾ ഫുൾ CCTV സംവിധാനത്തിന്റെ സെറ്റപ്പുകളാണ്. മുകളിൽ ബെർത്ത് വരുന്നുണ്ട്, ക്യാമറ യൂണിറ്റുകളും കാര്യങ്ങളും. ഇവിടെ ഒക്കെ ക്യാമറകളാട്ടാ. ചുറ്റിലും ഇഷ്ടം പോലെ ക്യാമറകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓണർക്ക് സിമ്പിളായിട്ട് അക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ റെക്കോർഡിക്കലി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചാണ്. ഡ്രൈവറിന്റെ ഒരു കോക്ക്പിറ്റ് ഒക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. നൈസ് കളർ ഗ്രേഡിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫയർ എക്സ്റ്റിങ്ഷർ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സിലാണ് മൊത്തം സെൻസർ യൂണിറ്റുകൾ ഇരിക്കണത് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചാണ്. നട്ടുച്ചയ്ക്കാട്ടോ ഷൂട്ട് ചെയ്യണം. നല്ല ചൂടുണ്ട്. നമുക്ക് ക്യാബിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെ നമുക്ക് ആ ഒരു കിളിക്കിരിക്കാനുള്ള സെറ്റപ്പ് ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ശ്രദ്ധിച്ചാൽ സീറ്ററാണ്, റൈറ്റ് സൈഡിൽ ബെർത്തും. മുകളിൽ 2 സ്ഥലത്തും നമ്മുടെ സ്ലീപ്പർ തന്നെയാണ് വരുന്നത്. ഇവിടെ ബാഗ് വയ്ക്കാനുള്ള സെറ്റപ്പ്. നമ്മൾ ഒരുപാട് MGയിൽ ബോഡി ചെയ്തിട്ടുള്ള വണ്ടിയുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത ഇതിന്റെ സീറ്റ് തന്നെയാട്ടാ. ആ ഒരു പുഷ് ബാക്ക് സീറ്റിന്റെ ഒരു പ്രത്യേകത നോക്കി, ക്വാളിറ്റി. 2 കാശ് ഡിഫറൻസിലായിരിക്കും ഈ വാഹനം പോവാം. ഒന്ന് സീറ്ററിൽ പോകാൻ പറ്റും, പിന്നെ സ്ലീപ്പറിലും പോകാൻ പറ്റും, ബെർത്തിൽ കിടന്നിട്ട് പോകാൻ പറ്റും. ഈ കിടന്നു പോകുന്നവർക്ക് ഫുൾ പ്രൈവസി കിട്ടാനാണ് വിൻഡോസും കാര്യങ്ങളും, അതായത് ആ ഒരു കർട്ടൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇരിക്കണവരായിട്ട് യാതൊരുവിധ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കിടക്കണവർക്ക് AC വെന്റുകളുണ്ട്, എയർ ഫിൽറ്റർ കാണാം. അത് മാത്രമല്ല ചാർജിങ് സംവിധാനങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലാംപ്സ് കാണും. ഇതൊക്കെയാണ് മുകളിലുള്ള AC യൂണിറ്റ് കേട്ടോ. അതാണ് ചാർജിങ് സംവിധാനം. അതിൻ്റെ മുകളിൽ ലൈറ്റ് വരുന്നുണ്ട്. MGയുടെ തന്നെ പില്ലോട്ട് വരണവിടെ. ചെറിയ മിററൊക്കെ കാണാം. എങ്ങനെയുണ്ട് വാഹനത്തിൻ്റെ അകത്തുള്ള ഒരു കളറ്? ഒരു വാം കളറിലാണ് മൊത്തം സെറ്റ് ചെയ്താണ്. 2 ബെഡിൻ്റെ അടുത്താണെങ്കിൽ സെൻട്രൽ ഭാഗത്ത് ഒരു കർട്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയും AC വെന്റുകളൊക്കെ കാണാൻ സാധിക്കും. നൈസായില്ലേ വാഹനത്തിൻ്റെ അകത്തൊക്കെ. ഈ ഒരു സ്റ്റെയർ കയറിയിട്ട് വേണം മുകളിലേക്ക് കയറാനായിട്ട്. എല്ലാം സ്ട്രോങ് ആയിട്ടാണ് ബിൽഡ് ചെയ്തേക്കണേ. എന്താണെന്ന് വെച്ചാൽ എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും വരുമല്ലോ വാഹനത്തിൻ്റെ അകത്ത് കയറിയിട്ട്. അപ്പോൾ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്ന രീതിക്കാണ് ഈ വാഹനത്തിൻ്റെ അകത്ത് കൺസ്ട്രക്ഷൻ ചെയ്തതാണ്. അകത്ത് നടക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞുള്ള റീഡിങ് ലാമ്പ്. അതിപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ മുമ്പ് വേറെ രീതിക്കായിരുന്നു. USB ചാർജിങ് കാണാം. പിന്നെ നമ്മുടെ ഫോൺ വെക്കാനുള്ള ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഫയർ എക്സ്റ്റിങ്ഷർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൈസായിട്ടില്ലേ സംവിധാനങ്ങൾ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബെഡിലൊക്കെ കിടന്ന് ഒരു ലോങ് യാത്ര പോകുമ്പോൾ പൊളിയിരിക്കും. പുഷ് ബാക്ക് സീറ്റുകളാണ്. ആംറെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ഇതിനൊരു പ്രത്യേകത കൂട്ടിണ്ട്, കണ്ട കാലിനും കൂടെ റെസ്റ്റ് കിട്ടുന്നുണ്ട്. അത് അടിപൊളിയായിട്ടില്ലേ? അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. മറ്റുള്ള വാഹനത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള വെഹിക്കിൾ ഉണ്ടാവായിരിക്കാം, പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് ഇങ്ങനെ ബസ്സിൽ. വോൾവോയിലും അതുപോലെ തന്നെ മറ്റുള്ള ലക്ഷറി കോച്ചുകളിലുണ്ട്. പക്ഷെ ടാറ്റയുടെ ഇങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട്, ചേസിലെടുത്തിട്ട് അടിപൊളിയായിട്ടില്ലേ? ഇത്രത്തോളം നമ്മുടെ ചാര് ബാക്കിലേക്ക് പോകും, അതായത് പുഷ് ബാക്ക് ബാക്കിലേക്ക് പോകും. പിന്നെ ഈ സീറ്റിന്റെ ബാക്ക് സൈഡിലായിട്ട് വാട്ടർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇതാണ് കാലിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും പറഞ്ഞാൽ. ഇത്രത്തോളം നമുക്ക് ഹൈറ്റിൽ വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ദൂരയാത്ര പോകുമ്പോൾ കാലിനും ക്ഷീണം ഉണ്ടാവില്ല കേട്ടാ. ഇതെല്ലാം എടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. നൈസായിട്ടില്ലേ? പിന്നെ 2 സൈഡിലും ആ ഒരു മഞ്ഞ ലൈറ്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും റീഡിങ് ലാംപ്സ് ഉണ്ട് കേട്ടോ. ഇരിക്കുന്ന ഓരോ സീറ്റിന്റെ മുകളിലും സിംഗിൾ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഓൺ ആക്കി വെക്കാം, ഓഫ് ആക്കി വെക്കാം. അത് നൈസായിട്ടുണ്ട്. അതും അടിപൊളിയുണ്ട്. അപ്പോൾ സീറ്റുകൾ ഉള്ളവർക്കും കിടക്കുന്നവർക്കും ഒരേ രീതിക്കാണ് കംഫർട്ട്. താഴെയും കുറച്ച് ലഗേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് വാഹനത്തിന്റെ അകം? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ നിന്ന് കമന്റ് ചെയ്തോളൂ. കേരളത്തിലത്തെ ഫസ്റ്റ് ടാറ്റയുടെ ബോഡി ചേസ് എടുത്തിട്ട് MGയിൽ പണിതിട്ടുള്ള വെഹിക്കിളാണ്. 13.5 മീറ്റർ കേട്ടോ. പൊളി സാധനമല്ലേ? ഇനി നമുക്ക് ഡ്രൈവർ ക്യാബിൻ്റെ അകത്ത് കയറാം. 3 സ്റ്റെപ്പ് കയറിയിട്ട് വേണം അകത്ത് കയറാനായിട്ട്. അകത്തേക്ക് ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അധികം കാര്യങ്ങളൊന്നും കാണിച്ചിരുന്നില്ല. അതിഗംഭീരമായിട്ടുള്ള സ്റ്റിയറിങ് ആ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. അതിൽ നമുക്ക് സ്വിച്ചുകളും കാര്യങ്ങളൊന്നുമില്ല.
ഇവിടെ ഒക്കെ ഫുള്ള് ലെഫ്റ്റ് സൈഡിൽ സ്വിച്ചുകൾ, എയർ ഡോറിന്റെ സ്വിച്ചുകൾ കാണാം. അത് മാത്രമല്ല ഈ വാഹനത്തിന്റെ അകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് റിട്ടാർഡർ വരുന്നുണ്ട് കേട്ടോ. ECUം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കൺട്രോൾ യൂണിറ്റ്. പിന്നെ ടാറ്റയുടെ പ്രൈമയിൽ ടോറസിൽ വരുന്ന ഒരു ക്ലസ്റ്റർ കാര്യങ്ങളാണ്. എങ്ങനെയുണ്ട് പെട്ട സാധനം? വാഹനം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു ലക്ഷറി കോച്ചിൽ നമുക്ക് സ്ലീപ്പറായിട്ട് കിടന്നൊക്കെ പോകാൻ പറ്റൂട്ടാ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സസ്പെൻഷനാണ്. വാഹനത്തിന്റെ കളറാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്താട്ടാ. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ചെയ്തോളൂ. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാക്കിലത്തെ ഒരു വ്യൂവും കാര്യങ്ങളും ഫുൾ ടൈമും നമുക്ക് കാണാനൊക്കെ പറ്റും ആക്സസ് ചെയ്തിട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വാഹനം ഒന്ന് റിവേഴ്സ് ഒക്കെ അടിച്ചിട്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ റിവേഴ്സിന്റെ വില മനസ്സിലാക്കണം കേട്ടോ. ഈ ഒരു വാഹനത്തിന്റെ വലിപ്പം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണേ. ഇവിടെ ഇലക്ട്രോണിക് റിട്ടാർഡർ കാണാം, വൈപ്പറിന്റെ സ്വിച്ച്, ഹെഡ് ലാമ്പിന്റെ സ്വിച്ച് ഒക്കെ കാണാം. വാഹനത്തിന്റെ ഗിയർ ബോക്സ് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് കൊടുത്താണ്. ഇവിടെ നമുക്ക് ഒരു ഫാനും കാര്യങ്ങളൊക്കെ ഓണാക്കി ഇട്ടാക്കട്ടെ. എൻ്റെ മോനെ ചൂടെടുത്തിട്ട് സീനാണ്. അടിപൊളിയായിട്ടില്ലേ കാര്യങ്ങളൊക്കെ? AC നമ്മൾ ഓണാക്കി ഇട്ടിട്ടുണ്ട് വാഹനത്തിന്റെ അകത്ത്. ഞാൻ ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് പറയാത്തത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാട്ടാ. ഒരുപാട് വാഹനങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് വൈപ്പർ വിത്ത് വാഷർ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുത്തോളൂ കേട്ടോ. പൊളി സാധനമായിട്ടില്ലേ?